നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. കണ്ണീർ കയത്തിലും നാടിന് വലിയൊരു മാതൃകയായി മാറിയിരിക്കുകയാണ് വടക്കാഞ്ചേരി പുല്ലാനിക്കാട് സ്വദേശിനി നവോമിയുടെ കുടുംബം. കൊട്ടാരക്കര വാളകത്തുണ്ടായ വാഹന അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച 23-കാരിയായ നവോമിയുടെ ആന്തരികാവയവങ്ങൾ ദാനം ചെയ്യാൻ ബന്ധുക്കൾ സമ്മതപത്രം നൽകി. നൊമ്പരക്കാഴ്ചയായി മാറിയ വേർപാടിലും മറ്റുള്ളവർക്ക് ജീവൻ പകർന്നു നൽകിയ നവോമി ഇനി 6ഓളം വ്യക്തികളിലൂടെ ഈ ഭൂമിയിൽ ജീവിക്കും. ഹൃദയം, കണ്ണുകൾ, വൃക്കകൾ, കരൾ, പാൻക്രിയാസ്, ബ്ലഡ് വെസൽസ് എന്നിവയടക്കമുള്ള എല്ലാ പ്രധാന അവയവങ്ങളും ദാനം ചെയ്യാനാണ് നവോമിയുടെ കുടുംബം മനസ്സ് കാണിച്ചത്. വടക്കാഞ്ചേരി നഗരസഭ 20ാം ഡിവിഷനായ മങ്കരയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധവുമായി UDF. കുടിവെള്ള വിതരണം അടിയന്തരമായി പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഞായറാഴ്ച വൈകിട്ട് UDFന്റെ നേതൃത്വത്തിൽ മങ്കരയിൽ കൗൺസിലറുടെ വീട്ടുപരിസരത്തേക്ക് പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചത്. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ 4ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയ വിദ്യാർത്ഥിനി മരിച്ചു. 1ാം വർഷ MBBS വിദ്യാർത്ഥിനി കോട്ടയം സ്വദേശി സ്നേഹയാണ് മരിച്ചത്. കാരണം വ്യക്തമല്ല. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഷൊർണൂരിൽ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 17 ഗ്രാം MDMA-യുമായി യുവതി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശി 26-കാരൻ ആഷിഖ്, പാലക്കാട് പുതുപ്പരിയാരം സ്വദേശിനി 31-കാരി ഷാജിറ എന്നിവരാണ് പിടിയിലായത്. പിടിയിലായവർ സംസ്ഥാന ഒട്ടുക്ക് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളെന്നാണ് പോലീസ് പറഞ്ഞത്.